ഹലോ, ഞാൻ OLXൽ ഒരു സ്കൂട്ടിന്റെ പരസ്യം കണ്ടിരുന്നു. അത് കണ്ടിട്ട് വിളിക്കണേ. എന്ത് വണ്ടിന്റെ കണ്ടീഷൻ എങ്ങനെയാ? വണ്ടി പക്കാ കണ്ടീഷനാണ്. നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ എനിക്ക് ഉപയോഗിക്കാൻ 1-2 വണ്ടി ഉണ്ടായതുകൊണ്ട് ഞാനത് വെറുതെ നിർത്തേണ്ട കൊടുക്കുകയാണ്. ഓക്കെ. പിന്നെ അതൊരു ലാസ്റ്റ് ഒരു 30,000 റുപ്യക്ക് തരുമോ? ഇല്ല, അത് 40 മേലെ മാർക്കറ്റ് റേറ്റ് ആണ്. ഞാൻ പിന്നെ അത് ആരെങ്കിലും ഉപയോഗിച്ചോട്ടെ എന്ന് വിചാരിച്ചു കണ്ടാണ് ലാസ്റ്റ് 35 റുപ്യ പറഞ്ഞത്. എനിക്ക് 35 റുപ്യേനെ കിട്ടണം. ശരി കാക്ക. പിന്നെ വണ്ടിക്ക് നിർബന്ധമായിട്ടും വേണം. ദയവ് ഇതൊരു 10 ദിവസം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഞാൻ ഫുള്ള് പൈസ ആയിട്ട് വരാം. ശരി, ഞാൻ ആർക്കും കൊടുക്കണില്ല. ഞാൻ എന്റെ വീടിന്റെ ലൊക്കേഷൻ അയച്ചുതരാം. പിന്നെ ഗൂഗിൾ പേ വഴി എന്തെങ്കിലും ഒന്നൊരു അഡ്വാൻസ് അയക്ക്. അപ്പോഴല്ലേ ഒരു ഉറപ്പിട്ടുള്ളൂ. എൻ്റെ അടുത്ത് ഗൂഗിൾ പേ ഒന്നും ഇല്ലല്ലോ. പിന്നെ ഞാൻ നാളെ എങ്ങനെയെങ്കിലും ഒന്ന് വാങ്ങിക്കോളാം. ക്ലീൻ ചെയ്യാൻ വരാറുന്ന ആളല്ലേ? പോകുമ്പളേ ബോക്സ് കച്ചറ ഉണ്ടോ കേട്ടാ? അല്ല, ഞാൻ ഇന്നലെ വിളിച്ചില്ലായിരുന്ന വണ്ടിക്ക് വേണ്ടിയിട്ട്. ഞാൻ ആ വണ്ടിക്ക് വന്നതാണ്. ഇജ്ജ വണ്ടിക്ക് വിളിച്ചീനാള് നാളെ വരാന്ന് പറഞ്ഞിക്കാണ്ട് ഞാൻ ഇന്ന് രാവിലെ ഒരുപാട് പ്രാവശ്യം എനിക്ക് വിളിച്ചല്ലോ. അനക്ക വണ്ടി ആവശ്യം. അത് പിച്ച് വരാതായപ്പോഴേ ഞാൻ വേറെ ആൾക്ക് വിളിച്ചിക്കാണ്ടേ ഓലോട് വരാൻ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വിളിച്ചപ്പോ കിട്ടാഞ്ഞത് വണ്ടിക്ക് പൈസ തികഞ്ഞിട്ടില്ലായിരുന്നു. നിങ്ങൾ ഫോണും കൂടി വിറ്റ് പൈസ ഒപ്പിച്ചുകൊണ്ടാണ് വന്നത്. ഫോണൊക്കെ വിറ്റുകാണ്ട് ഒരു സ്കൂട്ടി വാങ്ങാൻ എന്തത്ര അത്യാവശ്യം? എനിക്കല്ല, താത്താക്കാണ്. താത്താക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. താത്ത നന്നായിട്ട് പഠിക്കും. ഇപ്പോൾ ഡിഗ്രിക്കാണ് പഠിക്കുന്നത്. വീട്ടിൽ നിന്നാണെങ്കിൽ 2-3 കിലോമീറ്റർ ഉണ്ട് ബസ് സ്റ്റോപ്പിൽ നടക്കാൻ. സ്നാക്സ് എടുത്തോ. കഴിഞ്ഞോ? ഞാനങ്ങോട്ട് ചാവില്ല. നല്ല ഉഷാറായി പഠിക്കേണ്ടതാ കേട്ടാ. ഇത് 35. പിന്നെ ഇവ ഫോണൊക്കെ വിറ്റ സ്ഥിതിക്ക് എന്റെ താത്തനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യല്? അപ്പൊ ഈ ഫോണൊക്കെ വിറ്റിക്കാണ്ട് കൊടുന്നതല്ലേ? തൽക്കാലം കാര്യം ചെയ്യും, ഇതോടെ വെച്ചോ. അല്ല, ഫോണും വാങ്ങിക്കോ, കുറച്ച് പൈസ കയ്യിൽ കരുതിക്കോ. ഇല്ല, അവള് നിന്റെ മാത്രം പെങ്ങളല്ല, എന്റെയും പെങ്ങളാണ്. ശരി.